Hello friends, in Ubuntu Office Writer format menu simple video. Sorry, format insert menu simple insert documents എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് കൊണ്ടുവരേണ്ടത് ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേറ്റ് അല്ലെങ്കിൽ ഹെഡർ ഫൂട്ടർ പേയ്മെന്റ് ഡോക്യുമെന്റ്സിന്റെ താഴെ നമ്മളിപ്പോൾ ഒരു ഫൂട്ടർ കൊടുക്കണം അതൊക്കെ എന്തെല്ലാം കാര്യങ്ങളാണോ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റ്സിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ കാര്യങ്ങളാണ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെനുവിന്റെ അകത്തിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ ജസ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഇത് നമ്മൾ മുന്നേ ടൈപ്പ് ചെയ്തിട്ടുള്ള സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇൻസേർട്ടിൻ്റെ അകത്ത് ഇപ്പോൾ ഉണ്ടോ മാനുവൽ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇതെന്താ വെച്ചാൽ നമുക്ക് പേജ് ബ്രേക്ക് അല്ലെങ്കിൽ കോളം ബ്രേക്ക് അല്ലെങ്കിൽ ലൈൻ ബ്രേക്ക് ഇപ്പോൾ നമുക്ക് ഇവിടെ മുതൽ നമുക്കൊരു പുതിയ പേജ് വേണം. ഇപ്പോൾ ഈ പാരഗ്രാഫ് കഴിഞ്ഞിട്ട് ഒരു പുതിയ പേജ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ മാനുവൽ ബ്രേക്കിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പേജ് ബ്രേക്ക് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കാം. കണ്ടോ, ഇതൊരു പേജുമായിട്ട് ആഡായി. അപ്പോൾ അതുമാതിരി തന്നെ ഇപ്പോൾ ഫീൽഡുകൾ, ഇപ്പോൾ ഡേറ്റ് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ ഇന്നത്തെ കറണ്ട് ഡേറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെർട്ടിൻ്റെ അകത്ത് പോയിട്ട് ഫീൽഡിൽ പോയിട്ട് ഡേറ്റ് അല്ലെങ്കിൽ ടൈം പേജ് നമ്പർ ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഡേറ്റ് വേണ്ടിച്ച് നമുക്ക് ഡേറ്റ് കൊടുത്താൽ ആ ഡേറ്റ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. പിന്നെ വരുന്നത് സ്പെഷ്യൽ ക്യാരക്ടർ ആണെങ്കിൽ അത് ചെയ്യാം. പിന്നെ ഫോർമാറ്റിംഗ് മാർക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഹൈപ്പർ ലിങ്ക്. അപ്പോൾ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടോ, കുറേ സിമ്പിൾസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചേഞ്ച് ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സിമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൽ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ കണ്ടോ ഇത് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഓഫീസ് റൈറ്റർ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു വെബ്സൈറ്റിലേക്ക് ഇത് ലിങ്ക് കൊടുക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ലിങ്ക് ഇപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് പോകേണ്ടത് വെച്ചാൽ ആ ലിങ്ക് എടുത്തിട്ട് ഹൈപ്പർ ലിങ്ക് എന്ന് കൊടുത്താൽ നമ്മൾ കൊടുക്കുന്ന ടെക്സ്റ്റ് ഏതാണോ ആ ടെക്സ്റ്റിൻ്റെ മുകളിൽ ഹൈപ്പർ ലിങ്ക് ആയിട്ട് ആ ലിങ്കാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്ലൈ. പിന്നെ അതിൻ്റെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അപ്ലൈ കൊടുത്താൽ കണ്ടോ, ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ ആ ലിങ്കിലേക്ക് പോകും. ആ ലിങ്കിൻ്റെ URL നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനിലൂടെ. പിന്നെ വരുന്നത് ഹെഡർ കൊടുക്കണമെങ്കിൽ നമുക്ക് ഹെഡർ കൊടുക്കുക. ഹെഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സിൻ്റെ മുകളിലുള്ള ഇപ്പോൾ നമ്മൾ ഹെഡർ കൊടുത്തു. വേണ്ട എല്ലാ പേജിലും അത് ഹെഡർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതേമാതിരി തന്നെ താഴത്ത് ഫൂട്ടർ കൊടുക്കണമെങ്കിൽ അതേമാതിരി തന്നെ ഇവിടെ ഫൂട്ടറിൽ പോയിട്ട് നമുക്ക് ഫൂട്ടർ കൊടുക്കാം. പിന്നെ ബുക്ക് മാർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ച് കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വേർഡിനെ കുറിച്ച് ജസ്റ്റ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം ഇൻസൈറ്റിൽ പോയിട്ട് കമൻറ്റ് കൊടുത്താൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതവിടെ കമൻ്റായിട്ട് കാണും. പിന്നെ വരുന്നതാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോയി. പിന്നെ ടാബിൾസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ടാബിളിൽ നമുക്ക് ഡാറ്റ കൊടുക്കണം വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ടിൽ പോയിട്ട് ടാബിൾ കൊടുത്താൽ പിന്നെ ഒരു എൻവലപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ലെറ്ററിൻ്റെ ഒക്കെ എൻവലപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ടാബിളിൽ പോയി എത്ര കോളം വേണോ റോസ് എത്ര വേണോ എന്ന് വെച്ചാൽ നമുക്ക് കൊടുത്ത് ഇൻസേർട്ട് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ചുള്ള ടാബിൾ ഇവിടെ വരും. ഓക്കെ. പിന്നെ വരുന്നത് ഇമേജ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സ്കാൻ ചെയ്യാം. ഫ്രം ഫയൽ നമ്മൾ സേവ് വെച്ചിട്ടുള്ള ഫയലിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇമേജസ് വേണമെങ്കിൽ നമുക്ക് ഇവിടേക്ക് ലോഡ് ചെയ്യിക്കാം. നമുക്ക് വേണമെങ്കിൽ ഒരു ഇമേജ് ചെയ്ത് നോക്കാം. ഇമേജസ് എന്ന് പറഞ്ഞിട്ട് ഫ്രം ഫയലിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഫയൽ വേണമെങ്കിൽ ഇതിന് സൈസ് ചെറുതാക്കാൻ വലുതാക്കാൻ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം.
പിന്നെ മെയിനായിട്ട് വരുന്നത് നമുക്ക് ഇതിൽ ഒബ്ജക്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പോൾ മെയിനായിട്ട് വരുന്നത് പേജ് ബ്രേക്ക്, അങ്ങനത്തെ ഫീൽഡുകൾ ആഡ് ചെയ്യാൻ, പിന്നെ ഹൈപ്പർ ലിങ്ക്, ഹെഡർ, ഫൂട്ടർ, ഇമേജസ് ആഡ് ചെയ്യാൻ, ടാബിൾ ആഡ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞ മെനുവിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും. പിന്നെ നമുക്ക് ഹൈപ്പർ ലിങ്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് വെബ്സൈറ്റിൻ്റെ എന്തെങ്കിലും ലിങ്ക് കൊടുക്കണമെങ്കിൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ കൺട്രോൾ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നേരെ ആ ലിങ്കിലേക്ക് അത് ഓപ്പൺ ചെയ്ത് പോകും. കണ്ടോ, ഇപ്പോൾ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓഫീസ് റൈറ്ററിൻ്റെ അകത്ത് ഇൻസെർട്ട് എന്ന് പറഞ്ഞ മെനുവിൻ്റെ അകത്ത് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സിലേക്ക് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇൻസെർട്ട് എന്ന് പറയുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഫോർമാറ്റ് എന്ന് പറഞ്ഞ മെനുവിനെ കുറച്ച് സിമ്പിളായിട്ട് പരിചയപ്പെടും. ഇനി നമുക്ക് ഇൻസെർട്ട് നമുക്ക് കൂടുതൽ നമ്മൾ ജസ്റ്റ് 2-3 വർക്കൊക്കെ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, താങ്ക് യു.